മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 5 രീതിയിൽ സ്വഹാബത്ത് ശഅബാൻ മാസത്തിനെ കാണുമായിരുന്നു. 5 രീതിയിൽ സ്വഹാബത്ത് ശഅബാൻ മാസത്തിനോട് മാന്യത പുലർത്തിയിരുന്നു. ഒന്നാമത്തെ സ്വഭാവം എന്താണ്? സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ശഅബാൻ മാസമായി കഴിഞ്ഞാൽ അവർ നിരന്തരം ഖുർആനുമായി ബന്ധപ്പെടുമായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ സാധാരണ നമ്മൾ റമദാനിലാണ് കൂടുതൽ തയ്യാറാവുന്നത്. പക്ഷേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയിരുന്നത് പുണ്യമായ ശഅബാൻ മാസത്തിലായിരുന്നു. മുഅ്മിനീങ്ങളെ, നമ്മളും ഖുർആനുമായി ബന്ധപ്പെടണം. പറ്റാവുന്ന രൂപത്തിൽ ഖത്മുൽ ഖുർആനുകൾ പൂർത്തിയാക്കാൻ ഈ ശഅബാനിന്റെ ദിനരാത്രങ്ങളെ വിനിയോഗിക്കണം. രണ്ടാമത് സ്വഹാബത്തിന്റെ ശീലം, പരിശുദ്ധ റമദാനിന് ആവശ്യമായ വിഭവങ്ങളെല്ലാം അവർ സജ്ജീകരിച്ചിരുന്നത് പുണ്യ ശഅബാനിലായിരുന്നു. സാധാരണ നമ്മൾ റമദാൻ എത്തിക്കഴിഞ്ഞിട്ടാണ് റമദാനുമായി ബന്ധപ്പെട്ട പരിപാടികൾ സജ്ജമാക്കുന്നത്. പക്ഷേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പാഠം പഠിച്ച സ്വഹാബത്ത്, നബി തങ്ങളുടെ സ്വഭാവം പടർത്തിയിരുന്ന, നബി തങ്ങളുടെ സ്വഭാവം പാലിച്ചിരുന്ന സ്വഹാബത്ത് റമദാനിന് ആവശ്യമായ വിഭവങ്ങൾ സജ്ജമാക്കിയത് പുണ്യ ശഅബാനിലായിരുന്നു. പിന്നെയോ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്നാമത്തെ കാര്യം മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുക. അവരുടെ മുതലിൽ നിന്ന് വർഷാവർഷം അവർക്ക് നിർബന്ധമായ സക്കാത്തിന്റെ മുതൽ അവർ കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തതും പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സക്കാത്തിന്റെ മുതൽ ബാധ്യതയാണ്. സക്കാത്തിന്റെ മുതൽ നമുക്കൊരു ബാധ്യതയാണ്. എത്രയാണോ നമ്മൾ കൊടുക്കേണ്ട സക്കാത്ത്, അത് നമ്മുടെ ആകെ സമ്പത്തിൽ കണക്കാക്കിയിട്ട് അതിന്റെ നിശ്ചിതമായ ഓഹരി അത് കൃത്യമായി കൊടുക്കാൻ സ്വഹാബാക്കൾ ശഅബാനിൽ താല്പര്യം കാണിച്ചതുപോലെ നമ്മുടെ ശരീരം ശഅബാനിൽ തന്നെ ശുദ്ധീകരിക്കാൻ അത് പര്യാപ്തമാണ്. നാലാമത്തെ കാര്യം, ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുപഠിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ചര്യകൾ പഠിച്ച നമ്മുടെ മുൻഗാമികളായ ഭരണാധികാരികൾ ശഅബാൻ മാസം എത്തിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വന്നിട്ടുള്ള എല്ലാ കേസുകളും അവർ നടപടിയെടുക്കുമായിരുന്നു. പരാതികൾക്ക് പരിഹാരം കാണുമായിരുന്നു. ശിക്ഷാ നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി നീതിപൂർവം പാലിക്കുകയും അതെല്ലാം മാപ്പ് കൊടുക്കാൻ പറ്റുന്ന തടവ് പുള്ളികൾക്ക് അവർ മാപ്പ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മളും മനുഷ്യരുമായി ഇടപഴകി ജീവിക്കുന്നവരാണല്ലോ. ഒരുപാട് മനുഷ്യരുമായി നമുക്ക് മാനസികമായ പൊരുത്തക്കേടുകൾ ഉണ്ടാകാമല്ലോ. ഒന്നും നമ്മുടെ മനസ്സിൽ റമദാനിലേക്ക് മാറ്റിവെക്കല്ല. എല്ലാ തെറ്റുകളും പരിശുദ്ധമായ ശഅബാനിൽ മാപ്പ് കൊടുക്കാൻ പറ്റുന്ന പരമാവധി തെറ്റുകൾ മാപ്പ് കൊടുക്കണം. എല്ലാ മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ശത്രുതകളും ഈ പരിശുദ്ധമായ ശഅബാനിൽ തന്നെ നമ്മൾ തീർക്കാൻ ശ്രമിച്ചാൽ അൽഹംദുലില്ലാഹ്, അത് ശഅബാനിന്റെ പൊരുത്തം കിട്ടാൻ ഒരു വലിയ മാർഗവും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അനുവർത്തിച്ചു വന്ന ഒരു രീതിയും നമ്മൾ സ്വീകരിക്കുന്നതായി മാറുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഞ്ചാമത്തെ രീതി എന്തെന്നറിയോ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബത്ത് അനുവർത്തിച്ചു പോകുന്ന ശഅബാനിലെ അഞ്ചാമത്തെ സ്വഭാവം, കച്ചവടക്കാരാണല്ലോ സ്വഹാബാക്കളിൽ അധികം ആളുകളും. ഏത് ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും കടങ്ങളും അത് കിട്ടാനുള്ളതാവട്ടെ കൊടുക്കാനുള്ളതാവട്ടെ ഒരു രൂപ പോലും അവരാരുടെ
എവിടെയും ഹക്ക് പിടിച്ചു വെക്കാത്ത രൂപത്തിൽ പരിശുദ്ധമായ ശഅബാനിൽ അവരുടെ തൊഴിൽ മേഖലകളെ അവർ ശുദ്ധീകരിക്കുമായിരുന്നു. എന്തിനെന്നറിയോ? ഇതെല്ലാം റമളാൻ എത്തുന്നതിന് മുമ്പ് പരിശുദ്ധമായ ശഅബാനിൽ അവർ സജ്ജമാക്കിയിരുന്ന സജ്ജീകരണങ്ങളാണ്.